Dear students, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കൊളോയിഡൽ സിസ്റ്റത്തിന്റെ ഒപ്റ്റിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കുറച്ച് വലിയ ടോപ്പിക്കാണ്. നമുക്കറിയാം, ഒരു കൊളോയിഡൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരേപോലുള്ള ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. ആ പോസിറ്റീവ് ചാർജുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്ഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്യും. അങ്ങനെ സോൾ അല്ലെങ്കിൽ കൊളോയിഡൽ സിസ്റ്റം ഉണ്ടാകുന്നു അല്ലെ. അപ്പൊ ഇതാണ് ആ പാർട്ടിക്കിൾസ് എന്ന് വിചാരിക്കുക. സപ്പോസ് ഏതെങ്കിലും വിധേന, എങ്ങനെയെന്ന് നമുക്ക് പിന്നീട് പറയാം, ഏതെങ്കിലും വിധേന ഈ പറയപ്പെട്ട കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഡിസ്പേഴ്ഷൻ മീഡിയത്തിൽ ഡിസ്പേഴ്സ് ചെയ്തിട്ടുള്ള ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് പരസ്പരം അടുത്തു വന്നു എന്ന് വിചാരിക്കുക. ഇവര് പരസ്പരം അടുത്തു വരും. അങ്ങനെ അടുത്ത് വന്നിട്ട് അവർ പരസ്പരം കമ്പൈൻ ചെയ്തിട്ട് വലിയ പാർട്ടിക്കിൾ ആയിട്ട് മാറും. വലിയ പാർട്ടിക്കിൾ ആവുന്നു എന്ന് പറഞ്ഞാൽ എബൌട്ട് 1000 നാനോമീറ്ററിലേക്ക് അതിന്റെ സൈസ് വരുന്നു. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഗ്രാവിറ്റിക്ക് അതിനെ കൊണ്ട് ഇഫക്റ്റ് ഉണ്ടാകും. അങ്ങനെ ഇവരെല്ലാം അഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആ വലിയ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു? താഴെ സെറ്റിൽ ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് കുഞ്ഞു കൊളോയിഡൽ പാർട്ടിക്കിൾസ് കമ്പൈൻ ചെയ്തിട്ട് ഇതുപോലുള്ള വലിയ പാർട്ടിക്കിൾ ആവുന്നു, താഴെ സെറ്റിൽ ചെയ്യുന്നു, അതായത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. ഈ ഫിനോമിനന്റെ പേരാണ് precipitation. എന്താണ് precipitation? ഓ, ഇത് വേറെ പേരുണ്ട്, ഫ്ലക്യുലേഷൻ. എന്താണ് ഫ്ലക്യുലേഷൻ? ഫ്ലക്യുലേഷൻ. ഓ, വേറെ പേരുകൂടി പറയട്ടെ, കൊയാഗുലേഷൻ. എന്താണ് കൊയാഗുലേഷൻ? കൊയാഗുലേഷൻ ഓഫ് സോൾസ്. എന്താണ് കൊയാഗുലേഷൻ ഓഫ് സോൾസ്? അപ്പൊ എന്താണ് സംഗതി? എന്താണ് കൊളോയിഡൽ സിസ്റ്റത്തിലുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിട്ട് വലിയ പാർട്ടിക്കിൾസ് ആകുന്നു, താഴെ സെറ്റിൽ ചെയ്യുന്നു. ആ ഫിനോമിനന്റെ പേരാണ് കൊയാഗുലേഷൻ. ആക്ച്വലി അത് താഴെ നടക്കത്തില്ല. അതിന് എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും ഒരു സംഗതി നടക്കണം. എന്തെങ്കിലും ഒരു പുറത്തു നിന്നുള്ള എന്തിന്റെയെങ്കിലും ഇടപെടൽ കൂടാതെ ഈ സംഭവം നടക്കത്തില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ആക്ച്വലി ദി ഇൻഡ്യൂസ്ഡ് അഗ്രിഗേഷൻ. അവരെ പരസ്പരം കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും വിധേന പ്രേരിപ്പിക്കുകയാണ്. സോ ദിസ് precipitation is actually the settling down of colloidal particles through the induced aggregation. Okay, പരസ്പരം കമ്പൈൻ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചിട്ട് കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് വലിയ പാർട്ടിക്കിൾ ആക്കി മാറ്റിയിട്ട് താഴെ സെറ്റിൽ ചെയ്യിപ്പിക്കുന്ന ആ പ്രോസസ്സിന്റെ പേരാണ് കൊയാഗുലേഷൻ ഓർ ഫ്ലക്യുലേഷൻ ഓർ precipitation. അപ്പൊ സംഗതി എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി സെറ്റിലിംഗ് ഡൗൺ ഓഫ് കൊളോയിഡൽ പാർട്ടിക്കിൾസ്. എങ്ങനെ? ത്രൂ ദി ഇൻഡ്യൂസ്ഡ് അഗ്രിഗേഷൻ. ആ സംഗതികളിലായി. ഇനി ഇങ്ങനെ കൊയാഗുലേറ്റ് ചെയ്യിപ്പിക്കാൻ എന്തൊക്കെ വഴികളാണുള്ളത്? മെത്തേഡ്സ് for the coagulation. Methods can used for the coagulation of salts. ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്, ഇലക്ട്രോഫോറസിസ്. അതൊരുപാട് നീണ്ട നേരത്തേക്ക് ആ ഇലക്ട്രോഫോറസിസ് നമ്മൾ നടത്തുന്നു. ഇലക്ട്രോഫോറസിസ്, prolonged electrophoresis. prolonged electrophoresis. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക നിങ്ങൾക്ക് അറിയാലോ, ഓർമ്മയുണ്ടല്ലോ.
കഴിഞ്ഞ വീഡിയോസ് കണ്ടവരെല്ലാം എന്താണ് അവിടെ സംഭവിക്കുന്നത്? നമ്മൾ എന്താ പറയുക കണ്ടെയ്നർ യൂട്യൂബ് ഓർമ്മയുണ്ടല്ലോ, അതിലെടുത്തിട്ടുള്ള കൊളോയിഡൽ സിസ്റ്റം, അതിൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു അല്ലെ, ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു. ഇവിടെ ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഇവിടെ ഒരു നെഗറ്റീവ് പ്ലേറ്റ്. അപ്പൊ ഞാൻ നെഗറ്റീവ് ചാർജുള്ള സോൾ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള സോൾ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ നെഗറ്റീവ് ചാർജുള്ള സോൾ പാർട്ടിക്കിൾസ് പോസിറ്റീവ് ചാർജുള്ള പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? അതിന്റെ ചാർജ് നഷ്ടപ്പെടുത്തുന്നു. സ്റ്റെബിലിറ്റിക്ക് കാരണമായിട്ടുള്ള ചാർജിനെ ഈ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ലോസ് ചെയ്യുന്നു, ഇവിടെ പോയി ടച്ച് ചെയ്തിട്ട്. എന്നിട്ടോ ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ പാർട്ടിക്കിൾ ആയിട്ട് അവിടെ എന്താ പറയാ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് സെറ്റിലിംഗ് നടക്കുന്നു. ദാറ്റ് മീൻസ് ദിസ് precipitation during the electrophoresis, the precipitation or coagulation of the salt particles takes place at the respective electrodes. പിന്നെ എന്ത് മാത്രമേ ബാക്കിയാവും? ഡിസ്പെർഷൻ മീഡിയം മാത്രം ബാക്കിയാവും. That means the colloidal system is separated as solute and solvent. That means dispersion medium and dispersive phase. There is no എന്തില്ല അതിനുശേഷം അവിടെ എന്തില്ല, colloidal system ഇല്ല. ഓക്കെ, precipitation വഴി നമ്മൾ അതിനെ ഡിസ്ട്രോയ് ചെയ്തു. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ഉപയോഗിച്ചത് എന്താണ്? prolonged electrophoresis. So one of the method that can use to coagulate the colloidal salts is a prolonged electrophoresis. Clear ആയോ? രണ്ടാമത്തത് നമുക്കറിയാവുന്ന സംഗതിയാണ് കുഞ്ഞോളെ, കുറച്ച് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് എന്തായാലും കൊളോയിഡൽ സിസ്റ്റത്തിന്റെ സ്റ്റെബിലിറ്റിക്ക് ആവശ്യമാണ്. കാരണം ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് സെലക്റ്റീവായിട്ട് സ്റ്റെബിലിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ആ ചാർജിനെ അത് അബ്സോർബ് ചെയ്യുന്നത്, സെലക്റ്റീവായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. അപ്പൊ എക്സസ് ആണെങ്കിൽ കുഴപ്പമാണല്ലോ. അതിനുവേണ്ടി നമ്മൾ എക്സസ് എങ്ങാനും ഉണ്ട് എങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡയാലിസിസ് എന്നുള്ള പ്രോസസ് നടത്തുന്നത് അല്ലെ. ആ ഡയാലിസിസ് എന്നുള്ള പ്രോസസ് കുറച്ചു നേരം നീണ്ടു നിന്നു. prolonged dialysis നിങ്ങൾ നടത്തി എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? എന്താ പറയാ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ആ ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് കൂടി നമ്മൾ ഉപയോഗിക്കുന്ന ഡയാലിസിസ് മെംബ്രെയിൻ ഉണ്ടല്ലോ, പാർച്ച്മെന്റ് മെംബ്രെയിൻ, ആ മെംബ്രെയിനിൽ കൂടിയിട്ട് ആ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന ഇലക്ട്രോലൈറ്റ് പാർട്ടിക്കിൾസ് കൂടി പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ സ്റ്റെബിലിറ്റി കൊടുക്കാൻ ആരില്ല, ഇലക്ട്രോലൈറ്റ് ഇല്ലാതെ വരുമ്പോൾ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് അവിടെ ഉണ്ടാവും. ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസ് അടുത്ത് വന്നാൽ എന്ത് സംഭവിച്ചാൽ അവർ എന്തില്ല, അവർക്കിടയിൽ എന്തില്ല, റിപ്പൾഷൻ ഇല്ല. അവരെ വാണ്ടർ വാൾ ഫോഴ്സ് വഴി കമ്പൈൻ ചെയ്യുന്നു, വലുതാകുന്നു. വാണ്ടർ വാൾ ഫോഴ്സ് വഴി വലുതാകും, ഐ മീൻ കമ്പൈൻ ചെയ്തിട്ട് വലുതാകുന്നു, ഗ്രോ ടു ബിഗർ ആൻഡ് ഫൈനലി സെറ്റിൽ ഡൗൺ. സോ ദി prolonged dialysis causes the flocculation or precipitation of a colloidal system. Okay, so prolonged electrophoresis, prolonged dialysis. മൂന്നാമത്തത് ഹീറ്റിംഗ്. ഈ ഹീറ്റിംഗ് വഴി പല ടൈപ്പ് ശ്രദ്ധിക്കണം. ഹീറ്റിംഗ് സംഭവിക്കുമ്പോൾ നമ്മൾ ചൂടാക്കുന്ന സമയത്ത് എങ്ങനെ കോയാഗുലേഷൻ സംഭവിക്കുന്ന പല രീതിയിൽ സംഭവിക്കും. അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. അതായത് നമുക്ക് മനസ്സിലാവും വളരെ സിമ്പിൾ ആയിട്ടുള്ളത്. നമ്മളിതിനെ ചൂടാക്കുകയാണെങ്കിൽ, കൊളോയിഡൽ സിസ്റ്റത്തിനെ ചൂടാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? ഡിസ്പേർഷൻ മീഡിയം ഇവാപറേറ്റ് ചെയ്യും. ഡിസ്പേർഷൻ മീഡിയം ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സ്ഡ് ഫേസിന് ഡിസ്പേഴ്സ് ചെയ്യാൻ മീഡിയം ഇല്ല എങ്കിൽ എന്ത് ചെയ്യും? അവർ പരസ്പരം കമ്പൈൻ ചെയ്യും. തീർച്ചയായിട്ടും അവർ പരസ്പരം കമ്പൈൻ ചെയ്യുന്നതിന് എന്ത് സംഭവിക്കും? സെറ്റിലിംഗ് നടക്കും. So during heating the dispersion medium will evaporate and finally which will cause the coagulation of the system. നാലാമത്തത് അതാണ് ഇനി വളരെ നാലാമത്തതും അഞ്ചാമത്തതും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്ത് ചെയ്താൽ മതി അറിയാവോ? ഓപ്പോസിറ്റ് ചാർജുള്ള സോളുകളെ ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ എടുത്തിട്ട് അതിനെ മിക്സ് ചെയ്യാം.
എന്നാണ്. ഓപ്പോസിറ്റ് ചാർജുള്ള സോളുകളെ ഇക്വിമോളാർ പ്രൊപ്പോർഷനിൽ എടുക്കുക. പോസിറ്റീവ് ചാർജുള്ള സോളിലേക്ക് നെഗറ്റീവ് ചാർജുള്ള സോൾ ആഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? പോസിറ്റീവ് ചാർജുള്ള സോളിലെ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡൽ പാർട്ടിക്കിൾസ് നെഗറ്റീവ് ചാർജുള്ള സോളിലെ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസുമായിട്ട് കൊളോയിഡൽ പാർട്ടിക്കിൾസുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു, ചാർജ് ന്യൂട്രലൈസ് ചെയ്യുന്നു. വാണ്ടർ വാൾ ഫോഴ്സ് വഴി അവർ കമ്പൈൻ ചെയ്തിട്ട് ഗ്രോ ടു ബിഗർ ആൻഡ് ഫൈനലി സെറ്റിൽഡ് ആവും. ക്ലിയർ? അപ്പൊ അതാണ് നാലാമത്തത്. എന്താണ്? മിക്സിംഗ് ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് സോൾസ്. മിക്സിംഗ് oppositely charged souls. ലാസ്റ്റ് വൺ, അതാണ് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതാണ് അഞ്ചാമത്തത്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തത്, സ്മോൾ എമൗണ്ട് ഓഫ് ഇലക്ട്രോലൈറ്റ് ഇസ് നീഡഡ് ഫോർ ദി സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. അല്ല, അതെന്തായാലും ആണ്. കുറച്ച് എമൗണ്ട് ഇലക്ട്രോലൈറ്റ് എന്തായാലും സോൾ സിസ്റ്റത്തിന്, കൊളോയിഡൽ സിസ്റ്റത്തിന് സ്റ്റെബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. പക്ഷേ നമ്മൾ ആഡ് ചെയ്യുന്ന ഇലക്ട്രോലൈറ്റ് എങ്ങാനും എക്സസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഈ കൊളോയിഡൽ സിസ്റ്റത്തിൽ പോസിറ്റീവ് ചാർജോ അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജോ ഉള്ള പാർട്ടിക്കിൾസ് ഉണ്ടാവുമല്ലോ. സപ്പോസ് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ് ഉള്ളതെന്ന് വിചാരിക്കുക. ആ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്ന അറിയാവോ? എക്സസ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റില് നെഗറ്റീവ് ചാർജുള്ള അയോൺസിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. അങ്ങനെ അട്രാക്ട് ചെയ്തിട്ട് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും പരസ്പരം കമ്പൈൻ ചെയ്യുന്നു, ചാർജ് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരുപാട് കൊളോയിഡൽ പാർട്ടിക്കിൾസിന്റെ ചാർജ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾസ് അടുത്ത് വരുന്ന സമയത്ത് എന്തായാലും അവർക്കിടയിൽ വാണ്ടർ വാൾ ഫോഴ്സ് ആക്ട് ചെയ്യും. അടുത്ത് വരുന്ന സമയത്ത് വാണ്ടർ വാൾ ഫോഴ്സ് സ്ട്രോങ് ആകും. അത് കമ്പൈൻ ചെയ്യുന്നു ത്രൂ ദിസ് വാണ്ടർ വാൾ ഫോഴ്സ് ആൻഡ് ഗ്രോ ടു ബിഗർ ആൻഡ് ഫൈനലി സെറ്റിൽ ഡൗൺ. Okay, so the addition of a electrolyte also causes the coagulation of this colloidal system. Clear ayallo? So these are the അഞ്ചാമതെന്നാണ് addition of electrolyte. Addition of electrolytes. അപ്പോൾ ഇത് എന്താണ് കൊയാഗുലേഷൻ എന്നും കൊയാഗുലേഷന് കാരണമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ടോപ്പിക് നമുക്ക് പറയാം.